ഹേ ഗായ്സ്, എൻ്റെ ലൈനാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് കുറേ നാളായി പോയിട്ട് അവളുകൊണ്ട് ഇവിടുത്തെ സ്ഥലമൊക്കെ മറന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അവൾക്ക് ഒന്നും കൂടെ ചുറ്റി കറക്കിയൊക്കെ കാണിച്ചു കൊടുക്കണം. നമുക്ക് അങ്ങോട്ട് പോവാം. അവളെ വീട് പോണ വഴി ഇവിടെ അടുത്ത് തന്നെ. നമുക്ക് പറക്കാനൊക്കെ വരണ സൂട്ടൊക്കെ ഉണ്ടല്ലോ, അയൺമേനെ പോലത്തെ. നമുക്ക് അങ്ങനെ പറന്ന് പോകാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. ഞാൻ അന്നൊരു ദിവസം ഒരു വീഡിയോ ഈ റോപ്പി റൈനെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ അതാണ്ട് വീട് എത്തി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ബാക്കി പറയാം. ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ. നിങ്ങൾ അതിന് എന്തൊരു ഇതാണ് ഗൈസ് തന്നത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു ഗൈസ്. നിങ്ങൾ ഈ വീഡിയോയ്ക്കും കൂടെ അങ്ങനത്തെ ഒരു സപ്പോർട്ട് തരണം ഗൈസ്, പ്ലീസ്. ഇതിലും കൂടെ എനിക്കൊന്ന് തരണം. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്താണ് തരേണ്ടതെന്നും എന്തിനാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കെന്തായാലും ഈ കയറി എവിടെ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റിക്കറക്കാം. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പോണതേ നമ്മൾ അന്നൊരു പോയി അടി ഉണ്ടാക്കിയില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. നമുക്ക് ആ മിലിറ്ററി ബേസിനെ അങ്ങോട്ട് പോയി കാണിച്ചു കൊടുക്കാം. എവിടെ വണ്ടി എടാ ചെറുക്കാ, ഗൾഫിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ കാറാണ്, നശിപ്പിക്കല്ലേ. നമ്മളകത്ത് പറഞ്ഞ ഒരു ചാച്ചടിച്ചിട്ട് പോലീസ് അതിൽ പേടിക്കണ്ട. അവൾ പറഞ്ഞതേ അവൾ ഗൾഫിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുതിയ കാറാണെന്ന്. പുതിയ കാറിൻ്റെ ഒരു ലുക്കൊന്നും ഇല്ല ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ മിലിറ്ററി ബേസിന് അങ്ങോട്ട് ഫസ്റ്റ് പോവാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ എടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നമുക്ക് ഇറങ്ങണ്ട, നമുക്കൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് അങ്ങ് പോവാം. ഇതാണ് നമ്മളിവിടുത്തെ ബീച്ച്. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പോടാ, ഓർമ്മയുണ്ടോ? ഓക്കെ. നമുക്ക് മിലിറ്ററി ബേസിന് അങ്ങോട്ട് തന്നെ പോവാം. അങ്ങോട്ടൊന്നും പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടി നിനക്കേ അവിടെ അറിയാവോടാ മറ്റേ ഇവിടുത്തെ ഒരു മിലിറ്ററി ബേസ്? പാലത്തിൻ്റെ ഈ പാലം കഴിഞ്ഞിട്ട് അതെ മിലിറ്ററി ബേസ്. അപ്പോൾ ഇവൾക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് ഇവിടെ അവിടെ തന്നെ കൊണ്ടുപോകാം. എടി കൈന്ന് വെളിയിടല്ലേ കേട്ടാ, വണ്ടി എടുത്തോണ്ട് പോവും. ഓക്കെ. നമുക്ക് അങ്ങോട്ടെന്ന് വെച്ചാൽ വേഗം തന്നെ പോവാം. എത്താറായിട്ടുണ്ട്. നമുക്ക് ആ മിലിറ്ററി ബേസിലെ മിലിറ്ററിക്കാർ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇടും മിക്കവാറും. അവരടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എടുത്ത് കാണും. അപ്പം ഞങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പം പറഞ്ഞതിന് മിലിറ്ററി ബേസ് കാണണ്ടെന്ന് പറഞ്ഞതിൻ്റെ മിലിറ്ററി ബേസ് കാണണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ അടുത്ത മിലിറ്ററി ബേസ്. വേഗം കാണിച്ചിട്ട് പോകും. കണ്ട അയ്യോ കണ്ട, ഇതാണ് നമ്മളവിടുത്തെ മിലിറ്ററി ബേസ്. പിന്നെ ഇവിടുത്തെ ഒരു ഗുഹയല്ല, ഒരു ഗുഹ പോലത്തെ സംഗതിയാണിത്. ഇവിടെ രണ്ട് ചുറ്റും ഇതെന്ത് സ്ഥലമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ രണ്ട് ചുറ്റും വെള്ളമാണ് കണ്ട. അപ്പുറം അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെ തന്നെ. നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാം. തണ്ടി ഇവിടെ നമുക്ക് ചുറ്റും കൊള്ളല്ല. വണ്ടി ഞാനത്തോടെ പോകും എങ്ങനെയായാലും ഞാൻ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കണത്. അയ്യോ പെട്ടെന്നാണ് തോന്നണം. ഇല്ല നമ്മൾ പ്രോ ഡ്രൈവറാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അല്ല അങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ഇങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ ഇതിനകത്ത് ഇരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു മല പോലത്തെ ഒരു സംഗതി ഉണ്ട്. നമുക്ക് അവിടെയും കൂടെ ഇവിടെ കാണിക്കാം. ഇപ്പോൾ മിലിറ്ററിക്കാർ നിൽക്കണേ. എടി നിൻ്റെ പാട്ട് വണ്ടി കയറൊക്കെ ചെയ്യും. പോടാ, നോക്കാം നമുക്ക്. ഇതാണടി നിൻ്റെ കയറണ വണ്ടി. പിന്നെ നിൻ്റെ കണ്ണി എന്താ കയറിക്കൊണ്ടിരിക്കുകയല്ലേ? ശരിയാണല്ലോ ഗൈസ്. വണ്ടി എടി നിന്ന് കേട്ടാ നിൻ്റെ വണ്ടി. പോടാ, അതിൻ്റെ വണ്ടി കളിയാക്കാതെ. വണ്ടി ഇത് തിരിച്ചിറക്കിയിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ തോന്നുന്നു ഗൈസ്. ഇങ്ങനെ പോയി 6 ആക്ക് പോയി നോക്കാം. അങ്ങനെ പോയാൽ പോകണുണ്ടോ? അത് പോകണുണ്ട് ഗൈസ്. നിൻ്റെ വണ്ടിക്ക് പവറില്ല കേട്ടാ. പോടാ, നിൻ്റെ വണ്ടിക്കൊക്കെ പിന്നെ ഭയങ്കര പവറില്ലേ. ഒരാൾ ഇടിച്ച് അവൾ തോകം കൊണ്ട് ഒരുമിക്കാറും. നമുക്ക് വേണ്ട ഇതാണ് ഇവിടുത്തെ ഈ സ്ഥലം. ഒരു അത്യാവശ്യം വലിയ മലയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ വിടാം. നമുക്ക് ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങാം. ഗൈസ് നിനക്ക് എന്നെ അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര എക്സ്പോർട്ട് ഡ്രൈവറാണ്. നിനക്കത് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. ഗൈസ്, ഞാൻ വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങിയിട്ടുണ്ട്. ഇവള് ഭയങ്കര ഷോ. നിൻ്റെ അടുത്ത് ഞാൻ മിണ്ടൂലടി. നീ മിണ്ടണ്ട.
ഗൈസ് ഞാൻ തിരിച്ച വണ്ടി പിടിച്ച് കയറിയിട്ടുണ്ട്. അവൾ പിണങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിടും. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം. എടി നിൻ്റെ വണ്ടി റിവേഴ്സ് പോകണില്ല. നിൻ്റെ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആഡ് ചെയ്ത് ഇവിടെ നിന്ന് എടുത്തത് നിന്നെ പറ്റിച്ചെന്തരായാലും. എടാ എൻ്റെ വണ്ടിയെ കളിയാക്കിയുണ്ടല്ലോ. ഗൈസ് നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളെ പ്രധാന സ്പോട്ട്. എവിടെ തിരിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടായി കൊടുക്കണ്ടേ? ശരിയാണല്ലോ, കൊടുക്കണം. ഇതാണ് നമ്മളിവിടെ ഒരു ഇത്. പിന്നെ നമുക്ക് ഇവിടെ കൂടെ എന്താണ് എന്തോ ഒരു ഇതുണ്ട്. ഇതിൽ കൂടെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലം പോലീസ് അടിക്കില്ലേ, ആ സ്ഥലത്തോട്ടൊക്കെ പോകാൻ പറ്റും. ഗൈസ് വണ്ടി പോയിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല. വണ്ടി ശരിയാക്കി. പിന്നെ നമ്മൾ ആരാണ് മോൻ? ഗൈസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആ വീഡിയോയ്ക്ക് തന്ന ആ സപ്പോർട്ടിന് എന്താണ് എനിക്ക് തിരിച്ച് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ആ സപ്പോർട്ട് പ്ലീസ് ഗൈസ്, ഈ വീഡിയോയ്ക്കും കൂടെ അങ്ങനെ സപ്പോർട്ട് തരണേ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഗൈസ്. ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അത് ഞാൻ നിർബന്ധിക്കുന്നില്ല. നമുക്ക് ഇവിടുന്ന് എവിടെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാം ഗൈസ്. അവളെ വീട് എത്തിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഇറക്കാം. അവൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവൾ പോയി ഗൈസ്. നമുക്കിനി നമ്മളെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം ഗൈസ്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ വീഡിയോ പോലെ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം ഗൈസ്. പ്ലീസ് 3 തവണ ഞാൻ പ്ലീസ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. ടാറ്റ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, പറ്റിക്കല്ലേ.